ഏതാണ്ട് 2 ആഴ്ചക്കാലം കമ്മീഷൻ ഓഫീസൊക്കെ കയറി ഇറങ്ങി അവർ സംഘടിപ്പിച്ചാണ്. തലേന്ന് വൈകുന്നേരമാണ് അപ്രതീക്ഷിതമായിട്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഈ രഥയാത്ര നിഷേധിക്കാനുള്ള ഓർഡർ വന്നത്. രഥം അവിടെ നനക്കാൻ അവർ സമ്മതിച്ചില്ല. അവസാനം കുംഭമേളയ്ക്ക് രഥം എത്തിക്കണം എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ തമിഴ്നാട് പോലീസിൻ്റെ അനുവാദമില്ലാതെ അവിടുന്ന് രഥമായിട്ട് പോരുകയുണ്ടായത്. നമ്മുടെ നാട്ടിൽ നമുക്കൊരു രഥമായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാട് വലിയൊരു അപമാനം അല്ലെങ്കിൽ ഒരു ഗതികേടുണ്ട് നമുക്ക്. അപ്പോൾ സത്യത്തിൽ ആ ബുദ്ധിമുട്ടൊക്കെ നമുക്കൊരു പരസ്യമാവുകയാണ് ചെയ്തത്. കാരണം ഇല്ലെങ്കിൽ ആകെ 10-100 ആൾക്കാർ അറിയുന്ന ഒരു പരിപാടി ഇത് തടഞ്ഞതോടുകൂടി തമിഴ്നാട് സർക്കാർ തടഞ്ഞതോടുകൂടി തമിഴ്നാട് മുഴുവൻ വ്യാപിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് മുഴുവൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരള സർക്കാർ തടഞ്ഞുകൊണ്ട് കേരളം മുഴുവൻ ഇവിടെ എത്തി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു PR വർക്ക് നടത്തിയത് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരാണ്. അതിനുള്ള നന്ദി ഈ സമയത്ത് ഞങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. ഏതാണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ 6000 പ്രസാദം നമുക്കവിടെ കൊടുക്കാൻ സാധിച്ചില്ല. നമസ്തേ. മഹാമേരു രഥഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ടാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. ശ്രീനാഥ്ജി നമസ്തേ. നമസ്കാരം. വലിയൊരു ഭാഗ്യമാണ് ജീവിതത്തിൽ സിദ്ധിച്ചത്. കാരണം മഹാമേരുവുമായി തിരുനാവായിയുടെ മണ്ണിലേക്കുള്ള ഒരു രഥയാത്ര എങ്ങനെയുണ്ടായിരുന്നു? ഈ രഥയാത്ര തുടങ്ങേണ്ടത് ത്രിമൂർത്തി ഹിൽ, പൊള്ളാച്ചിക്ക് അടുത്തുള്ള ത്രിമൂർത്തി ഹില്ലിൽ നിന്നാണ്. അതിഗംഭീരമായ സന്നാഹങ്ങളാണ് ഉണ്ടായിരുന്നത്. അവിടെ ശ്രീചക്രപൂജ ചെയ്തു, നദീപൂജയും ഗോപൂജയൊക്കെ ചെയ്തു. തലേന്ന് വൈകുന്നേരം വരെ തമിഴ്നാട് സർക്കാർ നമുക്ക് മുഴുവൻ സപ്പോർട്ടായിരുന്നു. എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞാണ്. ഏതാണ്ട് 2 ആഴ്ചക്കാലം കമ്മീഷൻ ഓഫീസൊക്കെ കയറി ഇറങ്ങി അവർ സംഘടിപ്പിച്ചാണ്. തലേന്ന് വൈകുന്നേരമാണ് അപ്രതീക്ഷിതമായിട്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഈ രഥയാത്ര നിഷേധിക്കാനുള്ള ഓർഡർ വന്നത്. രഥം അവിടെ നനക്കാൻ അവർ സമ്മതിച്ചില്ല. നമ്മൾ മേരുമായിട്ട് ത്രിമൂർത്തി ഹില്ലിൽ പോയി പൂജ ചെയ്ത് വരികയാണ് ഉണ്ടായത്. അത് മാത്രമല്ല, രഥത്തിൻ്റെ അകത്തുനിന്ന് മേരു അഴിപ്പിച്ച് അത് വണ്ടിയിൽ കയറ്റി കേരള ബോർഡർ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചപ്പോഴാണ് ഒരു മേരു രഥം വിടുന്ന് പറഞ്ഞത്. പക്ഷേ രഥം വിട്ടില്ല അവർ. പിറ്റേന്ന് വൈകുന്നേരം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ ഓർഡർ ആയിട്ടില്ല. അവസാനം കുംഭമേളയ്ക്ക് രഥം എത്തിക്കണം എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ തമിഴ്നാട് പോലീസിൻ്റെ അനുവാദമില്ലാതെ അവിടുന്ന് രഥമായിട്ട് പോരുകയുണ്ടായത്. വളരെ തമിഴ്നാട്ടിലെ എല്ലാ സ്ഥലത്തും 100 കണക്കിന് ആൾക്കാർ രഥയാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും ഏതാണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ 6000 പ്രസാദം നമുക്കവിടെ കൊടുക്കാൻ സാധിച്ചില്ല. ആ മുഴുവൻ പ്രസാദം ഇവിടേക്ക് കൊണ്ടുവരേണ്ടത്. ആ മുഴുവൻ സ്ഥലങ്ങളിലും 300, 400, 500 പേര് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ആ ഒരു സങ്കല്പത്തെ പ്രതീക്ഷയെ ഇല്ലാതാക്കിക്കൊണ്ടാണ് രഥം ഒളിച്ച് കടത്തിയതുപോലെ നമുക്ക് ഇങ്ങോട്ട് കടത്തേണ്ടി വന്നത്. കാരണം കേരള ബോർഡർ കടന്നാൽ മാത്രമേ പറ്റൂ എന്നുള്ളതുകൊണ്ട്. പാലക്കാട് നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര അതിഗംഭീരമായിരുന്നു. ഒരുപക്ഷെ കേരളം മുഴുവൻ മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു ജാതി വ്യത്യാസമില്ലാതെ, വർഗ വ്യത്യാസമില്ലാതെ മുഴുവൻ ഹിന്ദുക്കളും ഒന്നാണ് എന്നുള്ളൊരു ബോധത്തിൽ എല്ലാ സന്യാസി സഭകൾ എല്ലാവരും ഇവിടേക്ക് ഒന്നുചേരുകയാണ്. ഇത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം എണ്ണത്തിൽ നമ്മൾ കൂടുതലുണ്ടെങ്കിലും നമുക്ക് ഐക്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അശക്തരായിരുന്നു. വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് ഈ ഹിന്ദു ഐക്യത്തെ കണ്ട് ഭയന്നിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് ഇന്നലെ അവിടെ കണ്ട ഏതാണ്ട് 1 ലക്ഷത്തിലോളം വരുന്ന ആൾക്കാർ ഇന്നലെ അവിടെ തടിച്ചുകൂടിയത്. ഇനിയും വരുന്ന ദിവസങ്ങൾ അത് കൂടാനേ സാധ്യതയുള്ളൂ. ഇതൊരു അടുത്തൊരു തലത്തിലേക്കുള്ള നമ്മൾ ശക്തരാണ്, ഞങ്ങൾ ഒന്നാണെന്ന് പറയുന്നൊരു മെസ്സേജാണ്. കാരണം നമ്മൾ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, നമ്മൾ ഒന്നാണെന്നുള്ള ഫീൽ ഉണ്ടായതുകൊണ്ടേ കാര്യമുള്ളൂ. കാരണം ഈ ചെറിയ ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടാണ്, അത് വോട്ട് ബാങ്കാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് സർക്കാർ അവരെ കൂടെ വന്നിട്ട് ഹിന്ദു പ്രവർത്തനങ്ങളെ തടയുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ നമുക്കൊരു രഥമായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാട് വലിയൊരു അപമാനം അല്ലെങ്കിൽ ഒരു ഗതികേടുണ്ട് നമുക്ക്. ഇപ്പോൾ ശ്രീനാഥ്ജി പറഞ്ഞതുപോലെ ഹിന്ദുക്കൾ ഒരുമിക്കലുണ്ടാകുമ്പോൾ ഇത് കാണുന്ന സമയത്ത് ആർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഭയം, അതാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതൊരു ഓലപ്പാമ്പാണ്. അതുകൊണ്ടൊന്നും ഇനി ഇവിടെ നടക്കില്ല എന്നുള്ളതാണ്. കാരണം അതിൻ്റെ തെളിവാണ് ഈ കാണുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഓരോ ദിവസം വരുന്നത്. എങ്ങനെയാണ് ഈ മഹാമേരു ത്രിമൂർത്തി ഹിൽസിൽ നിന്ന് തുടങ്ങി തിരുനാവായിലേക്ക് എത്തിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക്, അതിൻ്റെ ഒരു എഴുന്നള്ളിപ്പിൻ്റെ ഒരു തീരുമാനം? ഒന്ന്, നമ്മൾ നിളയാണ്, ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ ആരംഭിക്കുന്നത് ത്രിമൂർത്തി ഹില്ലിൽ നിന്നാണ്. അവിടെ 7 ചാലുകൾ, ഭാരതത്തിലെ 7 നദികളെ പ്രതീകമായിട്ടുള്ള 7 ചാലുകൾ ചേർന്ന് അവിടുന്ന് ഭാരതപ്പുഴ തുടങ്ങി ആ ഭാരതപ്പുഴയാണ് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പം നദികളുടെ ഉത്ഭവസ്ഥാനം വളരെ പ്രധാനമാണ്. നമ്മൾ ഗംഗോത്രി, യമുനോത്രിയൊക്കെ കാണുന്നത് പോലെ തന്നെ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമാണ് ത്രിമൂർത്തി ഹില്ല്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് തന്നെ മഹാത്രിപുരസുന്ദരിയാണ് അവിടെ ദേവത. ശ്രീവിദ്യാ സമ്പ്രദായത്തിലെ ഏറ്റവും ഉയർന്ന ദേവത അല്ലെങ്കിൽ ഗുരുവായിട്ടുള്ള ഗുരു ദത്താത്രേയൻ്റെ ജന്മസ്ഥലമാണത്. അവിടെയാണ് ത്രിമൂർത്തി ഹില്ല് അല്ലെങ്കിൽ ഭാരതപ്പുഴ ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് തുടങ്ങാൻ തീരുമാനിച്ചത്. നമ്മൾ തീരുമാനിച്ചപ്പോൾ പലപ്പോഴും പൊള്ളാച്ചി, കോയമ്പത്തൂരൊക്കെ ഉള്ള ആധീനങ്ങൾ സന്ദർശിച്ച് വരാനാണ് തീരുമാനിച്ചത്. പക്ഷേ ഭാരതപ്പുഴ നിളയുടെ തീരുമാനം നിളയ്ക്കൊപ്പമാണ് വന്നത്. പൂർണ്ണമായിട്ടും നിളേൻ്റെ തീരത്തുകൂടി തന്നെയാണ് രഥമെടുത്തിയത്. അത് ചിലപ്പം പ്രകൃതിൻ്റെ തീരുമാനമായിരിക്കാം.
ഇപ്പോൾ ഈ മേരുവിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും അതും ഒരു നിയോഗം തന്നെയല്ലേ? കാരണം കഴിഞ്ഞ വർഷം ശിവരാത്രിക്ക് നമ്മൾ വേവ്സ് ഓഫ് ബ്ലിസ്സിൽ വെച്ച് കണ്ടപ്പോൾ ഇതേ മേരുവിൽ പൂജ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. അതേ മേരുവും കൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്തെത്താൻ അതൊരു അത്ഭുതം പോലെ ഉണ്ടാക്കിയതാണ്. കാരണം ഇത്രയും വലിയ മേരു വേറെ എവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ കുംഭമേള തീരുമാനിച്ചപ്പോൾ ഒരു മേരുണ്ടാക്കാനുള്ള സമയമില്ല നമുക്ക്. അവിടെയാണ് ചിലപ്പം പ്രകൃതി നേരത്തെ തീരുമാനിച്ചായിരിക്കാം നമ്മളിങ്ങനൊരു മേരു നേരത്തെ ശിവരാത്രിക്ക് വേണ്ടി ഉണ്ടാക്കിയത്. അതും ഒരു കണ്ണൂരിലൊരു വികാസ് എന്ന് പറയുന്നൊരു ആശാരിയാണ്. അദ്ദേഹത്തിനൊരു വെളിപാട് പോലെ അദ്ദേഹം ഇതിൻ്റെ കണക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരോട് ചോദിച്ച് കൃത്യമായി ഉണ്ടാക്കിയൊരു മേരുവാണ്. ആ മേരുവിൻ്റെ പ്രഭാവം കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ യാത്ര ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നായിരുന്നു. ഓരോ സ്ഥലത്തും അത്രയും ആൾക്കാരായിരുന്നു. പല സ്ഥലത്തും ആൾക്കാർ റോഡ് കഴുകിയിട്ട് വെള്ളമൊഴിച്ച് കഴുകി മഞ്ഞളും കുങ്കുമോട്ടിട്ട് രക്തം സ്വീകരിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തും നമ്മൾ നിശ്ചയിക്കാത്ത സ്ഥലത്ത് പോലും ആൾക്കാർ തടിച്ചു കൂടിയിട്ട് നമുക്കവിടെ നിൽക്കാൻ സമയമില്ല. കാരണം നിശ്ചയിച്ച സമയത്ത് അടുത്ത സ്ഥലത്ത് എത്തേണ്ടതുകൊണ്ട് വേഗം പോരുകയുണ്ട്. എന്നിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ലേറ്റ് ആയിരുന്നു ഓരോ സ്ഥലത്തും. അഭൂതപൂർവ്വമായ തിരക്കായിരുന്നു എല്ലാ സ്ഥലത്തും. അതും നട്ടുച്ചയ്ക്ക് ഞങ്ങൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ 2:30 മണിയുണ്ട്. അവിടെ ഒരു ഏതാണ്ട് അത്രയും ആൾക്കാർ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുകയാണ് ഞങ്ങളെ, കുട്ടികളടക്കമുള്ള ആൾക്കാർ. അപ്പോൾ ഇത് വലിയൊരു തുടക്കമാണ്. അപ്പം ഹിന്ദു മുഴുവൻ ഒന്നാണ്, അല്ലെങ്കിൽ ഇതൊരു ഒഴുക്കാണ്. പ്രത്യേകിച്ച് തിരുനാവായ നമ്മളിപ്പോൾ കേട്ടിരുന്ന 270 വർഷം മുമ്പ് കേരളത്തിൻ്റെ അധികാരി ആരാണ് തീരുമാനിച്ചത് ഈ മണ്ണിലായിരുന്നു. തിരുനാവായ സഭ എന്ന് പറഞ്ഞിട്ട് ഭരണാധികാരികൾ തീരുമാനിക്കുന്നത്, സംസ്കാര കാര്യങ്ങൾ തീരുമാനിച്ചൊക്കെ ഈ മണ്ണിലായിരുന്നു. അങ്ങനെ നമ്മളുടെ ഐക്യത്തെ തകർക്കാൻ വേണ്ടി മുഗളന്മാർ തുടങ്ങിയ ഒരു സാധനത്തെ ഇംഗ്ലീഷുകാർ ഏറ്റെടുത്ത് നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ ആചരണങ്ങളും ഒന്നിച്ചു കൂടുന്ന സംവിധാനങ്ങളും നിരോധിക്കാനുണ്ടായത്. അങ്ങനെയാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള നമ്മളൊരു പലതാണെന്നുള്ള തോന്നൽ നമ്മളുടെ ഇടയിൽ ഉണ്ടാക്കിയത്. കാരണം ഇടക്കാലത്ത് നമുക്ക് ഹിന്ദുവിനെ കാണാനില്ലായിരുന്നു. ഇവിടെ കുറേ നായന്മാരും കുറേ ഈഴവന്മാരും കുറേ നമ്പൂരിമാരും ഉണ്ട് എന്നല്ലാതെ ഹിന്ദു എവിടെയെന്ന് വെച്ചാൽ കാണാനില്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആ വ്യത്യാസം മാറി ഞങ്ങൾ ഹിന്ദു ആണെന്ന് പറയാനുള്ള ധൈര്യം ആൾക്കാർ കാണിക്കുന്നുണ്ട്. നമ്മളൊക്കെ മതേതരന്മാരായിരുന്നു കുറേ കാലമായിട്ട്. അതല്ല, ഞങ്ങൾക്ക് മതമുണ്ട്, അത് ഹിന്ദു ആണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാനുള്ള ഒരു ആർജവം ഈ യാത്രയിലുണ്ടായിട്ടുണ്ട്. ഇത് ഒരു കുംഭമേള മാത്രമൊന്നുമല്ല. ഇതോടുകൂടി കേരളം അടുത്തൊരു തലത്തിലേക്ക് പോവുകയാണ്. ഞാൻ പറയുന്ന മഹാമണ്ഡലേശ്വരോട് ഞാൻ സംസാരിച്ചത് ജൂനാഘാട കാരണം കുംഭമേളയെ തീരുമാനിച്ചാണ്. ഭാരതം ഒരു ശരീരമാണെങ്കിൽ ഭാരതത്തിൻ്റെ മൂലാധാരമാണ് തമിഴ്നാടും കേരളവും, സഹസ്രാരാണ് കൈലാസം. ഇതൊരു ശരീരമാണ്. ഭാരതം എന്ന് പറയുന്നത് ഭൂപ്രദേശമല്ല, ഒരു ദേവതയാണ്. ആ ദേവതേൻ്റെ മൂലാധാരത്തിൽ ഇതുപോലെ വിധ്വംസ പ്രവർത്തനങ്ങളും എവിടെ എന്തൊരു ഭീകരപ്രവർത്തനം നടന്നാലും ഒരു മലയാളി ഉണ്ടാവും, അല്ലെങ്കിൽ കേരളത്തിൽ 2 പേരുണ്ടാവും. അത്രയധികം നമ്മളെ ചുറ്റിലും വിധ്വംസ പ്രവർത്തനങ്ങൾ നടക്കുമ്പം ഇത്ര ശക്തമായൊരു ആധ്യാത്മിക മുന്നേറ്റം അവിടെ നടക്കേണ്ടതാണ്. ഇതോടുകൂടി കേരളത്തിൽ എല്ലാ സ്ഥലത്തും അഖാഡകൾ സ്ഥാപിക്കണം. പ്രത്യേകിച്ച് ഇതോടുകൂടി കേരളത്തിൽ ഒരഖാഡ എന്തായാലും സ്ഥാപിക്കണം. ആ അഖാഡ പ്രവർത്തനങ്ങൾ, കാരണം ഭാരതം എപ്പോഴും ആക്രമണങ്ങൾ നേരിട്ടപ്പോൾ നമ്മളെ രക്ഷിച്ചത് സന്യാസിമാരാണ്. ചൈന യുദ്ധത്തിൽ പോലും മിലിറ്ററിനെ സഹായിച്ചത് നാഗസന്യാസിമാരാണ്. ഒരു പാരലൽ മിലിറ്ററിയാണ്. അപ്പോൾ ആ ഒരു മിലിറ്ററി നമുക്ക് ഇവിടെ അത്യാവശ്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അത് ധൈര്യമാണത്. ഇത് വലിയൊരു ശുഭലക്ഷണമാണ്. ഇത്രയും ആൾക്കാർ ഇവിടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഈ ചെറിയ പരിമിതമായ സ്ഥലത്ത് ഇവിടുത്തെ സർക്കാരും പരമാവധി ബുദ്ധിമുട്ടിച്ചിരുന്നിട്ടും ഇത്രയും ആൾക്കാർ വരുന്നു എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ ആ ബുദ്ധിമുട്ടൊക്കെ നമുക്കൊരു പരസ്യമാവുകയാണ് ചെയ്തത്. കാരണം ഇല്ലെങ്കിൽ ആകെ 10-100 ആൾക്കാർ അറിയുന്നൊരു പരിപാടി ഇത് തടഞ്ഞതോടുകൂടി തമിഴ്നാട് സർക്കാർ തടഞ്ഞതോടുകൂടി തമിഴ്നാട് മുഴുവൻ വ്യാപിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് മുഴുവൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരള സർക്കാർ തടഞ്ഞുകൊണ്ട് കേരളം മുഴുവൻ ഇവിടെ എത്തി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു PR വർക്ക് നടത്തിയത് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരാണ്. അതിനുള്ള നന്ദി ഈ സമയത്ത് ഞങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. ഉറപ്പായിട്ടും. ഇപ്പം നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു ആത്മീയ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാകാൻ പോകുന്ന ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും. നമ്മൾ കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷവും എന്ന് പറയുന്ന പോലെ കുംഭമേളയ്ക്ക് മുമ്പും കുംഭമേളയ്ക്ക് ശേഷവും, അല്ലെങ്കിൽ മഹാമാഘത്തിന് മുമ്പും ശേഷവും എന്ന് പറയുന്ന, കാരണം കുംഭമേള നമ്മൾ പറയുമ്പോൾ കുംഭമേളയ്ക്ക് സമാനമായ അല്ലെങ്കിൽ തത്തുല്യമായ ഒരു പ്രക്രിയ എന്നുള്ളത്. കാരണം കുംഭമേള 4 സ്ഥലങ്ങളെ നടക്കാറുള്ളൂ. അത് 4 സ്ഥലത്തേ നടക്കാനും പാടുള്ളൂ. മറ്റു സ്ഥലങ്ങളിൽ കുംഭമേള എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യക്കുറവിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് മഹാമാഘം കുംഭമേളയ്ക്ക് സമാനമായ കുംഭമേളയായിട്ട് കേരളത്തിൻ്റെ കുംഭമേളയായിട്ട് നമ്മൾ ആചരിക്കുന്ന മഹാമാഘം അതൊരു വലിയ മാറ്റമാണ്. കേരളം ഇനി കാണാൻ പോകുന്നത് നമ്മളെ ശക്തിയാണ്, നമ്മളുടെ ആർജവമാണ് കാണുന്നത്. കാരണം അധർമ്മം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ധർമ്മത്തെ സ്ഥാപിക്കാൻ ഈശ്വരൻ പലതായിട്ട് അവതരിച്ചിട്ടുണ്ട്. ഒരു അവതാര ലക്ഷ്യം ഒരുപാട് അന്ന് ഒരു രാവണ ഒരു കംസനൊക്കെ ഉള്ളായിരുന്നു. ഇന്ന് നമ്മളെ ചുറ്റിലും ഒരുപാട് രാവണന്മാരും ഒരുപാട് കംസന്മാരുമാണ്. ഇപ്പോൾ ഒരു രാമനോ ഒരു കൃഷ്ണനോ പോരാ. അപ്പോൾ കലികാലത്തിൽ സംഖ്യശക്തി കലിയുകയും ശക്തി നമ്മൾ ഐക്യപ്പെടലാണ്, ഒന്ന് ചേരലാണ് ശക്തി എന്ന് പറയുന്നത്. ആ സമയത്ത് ദേവി നമ്മൾ പ്രവർത്തിക്കും. മഹാമേരുവിൻ്റെ കൂടെ നമ്മളെ കൂടെ യാത്ര ചെയ്തത് വാരാഹിയും ആതങ്കിയുമാണ്, ത്രിപുരസുന്ദരിയാണ്, ദേവിയുടെ ദണ്ഡിനിയും മന്ത്രിനിയുമാണ്. അപ്പോൾ അവർ ഈ തരത്തിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും തടസ്സം ചെയ്ത് ഇതിനെ പൂർണ്ണത്തിൽ എത്തിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം ഇതിന് തെളിവാണ് ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആൾക്കാരും. അവരുടെ മനസ്സും അവരുടെ എവിടെ നോക്കിയോ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക വാഹനങ്ങൾ വിളിച്ചിട്ട്.
അപ്പോൾ അത് വലിയൊരു മാറ്റമാണ്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ഇവിടുത്തെ ഒരു കാരണം കാശിയിൽ പോയിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത ആരതി കേരളത്തിൽ ആൾക്കാർ കാണാനൊരു ഭാഗ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കാശിയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഇന്നലെ ആൾക്കാർ ഇവിടെ കണ്ടു ആരതി. ഉറപ്പായിട്ടും എന്തായാലും കേരളത്തിൽ വലിയൊരു മാറ്റം തന്നെ സൃഷ്ടിക്കട്ടെ എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷം.